ആരായിരിക്കുന്നേ? ആരായിരിക്കുന്നേ? അയ്യോ എന്തൊക്കെ അവിടെ ഉമ്മ തരി അമ്മത്തമ്മയ്ക്ക്. അതെ കണ്ടോടി, കണ്ടോ അമ്മച്ചമ്മ വന്നോ? എന്തുവാ എന്തോക്കുള്ള ചോദിക്കുന്നു? എന്തോടി അടി വേണോ? എന്താ അമ്മച്ചമ്മ വന്നോ? ഋതുവിൻ്റെ അമ്മച്ചമ്മയെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പരാതികളും പരിഭവങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഋതുവിന് ഇതാ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ അമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് സംഗി പോവുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവിടെ അച്ചാറൊക്കെ അവൾ അവിടെ വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു, മറന്ന് വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ചാറൊക്കെ പിന്നെ അമ്മ രാവിലെ കൊണ്ടുവന്ന കേട്ടോ. പിന്നെ അവൾക്ക് കൊണ്ടുപോകാൻ വേറെ എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് മിച്ചറും കപ്പലണ്ടിയും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്താ അതൊക്കെ എടുത്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഋതുവിനെ ഞാൻ ഒരുക്കി കിടത്തിയൊക്കെയായിരുന്നു കേട്ടോ. അവളുടെ കുഞ്ഞൊരു ഫോട്ടോഷൂട്ട് ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ വിഷുവിന് മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ അവളുടെ അതായത് എനിക്കൊന്ന് 9 മന്ത് കംപ്ലീറ്റ് ആയ സമയത്ത് ആ ഒരു ഫോട്ടോ എടുത്തത് കേട്ടോ. അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിച്ചു. ഞങ്ങൾക്കിന്ന് ചപ്പാത്തി മുട്ടക്കറി ആയിരുന്നു ഉച്ചക്കലത്തേക്ക്. രാവിലത്തേക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന റൈസ് ഇരിപ്പുണ്ടായിരുന്നു, ഫ്രൈഡ് റൈസും ചിക്കൻ കറിയൊക്കെ. അന്നേരം അതാണ് കഴിച്ചത്. അന്നേരം ഉച്ചയ്ക്കും കൂടെ ചോറ് കഴിക്കണ്ടെന്ന് എഴുതിയിട്ട് ചപ്പാത്തി ആക്കി കേട്ടോ. പിന്നെ ഞാനീ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് രസവും മോരുമാണ് കേട്ടോ. അതായത് സംഗി കൊണ്ടുപോകാനാണ്. ഇനി അവൾക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് അവൾക്ക് ഫുഡ് ഉണ്ടാക്കാനൊന്നും സമയം കിട്ടത്തില്ല. അപ്പോൾ മോരും രസമൊക്കെ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിരുന്നാലേ അവൾക്ക് കുറേശ്ശെ എടുത്ത് ചൂടാക്കി ചോറിൻ്റെ കൂടത്തി എന്തെങ്കിലും അച്ചാറൊക്കെ കൂട്ടി കഴിക്കാമല്ലോ. ഇവിടുന്ന് മീൻ അച്ചാറും കൊടുത്ത് വിടുന്നുണ്ട് കേട്ടോ. അമ്മ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിട്ട് ഇത് ഉണ്ടാക്കി. അങ്ങനെ രസവും മോരും റെഡി ആയിട്ടുണ്ട്. വിഷുവിൻ്റെ ഫോട്ടോഷൂട്ട് അങ്ങനെ വിഷുവിൻ്റെ ഫോട്ടോഷൂട്ട് സംഗിയാണ് നേരത്തെ എടുത്തത്. പോകുന്നതിന് മുന്നേ തന്നെ അവൾ ഋതുവിനെ വെച്ചിട്ട് ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ ഫോട്ടോസൊക്കെ അവളുടെ അക്കൗണ്ടിൽ കാണുകയും കുറേ പേര് ചോദിച്ചായിരുന്നു അനീതിയുടെ ചാനലിൻ്റെ നെയിം എന്താണെന്ന്. വ്ലോഗ് വിത്ത് ഷോർട്ടി എന്ന് പറഞ്ഞിട്ടാട്ടോ അവളുടെ ചാനലിൻ്റെ നെയിം. നിങ്ങൾ കയറി ചെക്ക് ചെയ്താൽ മതി. നമ്മുടെ കുറേ ഫാമിലി മെമ്പേഴ്സ് വീഡിയോസ് കാണുമെന്ന് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ അവൾ പോകാനൊക്കെ ഇറങ്ങി. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്ത് ഞാൻ ഭയങ്കര ഷോക്ക് അടിച്ച് നിൽക്കുകയാണ്. എൻ്റെ മനസ്സിൽ നിന്ന് എന്തോ വല്ലാത്ത ഭാരം കൂടിയിട്ട് എനിക്കെന്തോ പറഞ്ഞറിയിക്കാൻ മേലാത്ത ഒരു ഫീലിങ്സിൽ നിൽക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ സംഗീതം കൂടെ കൊണ്ടാക്കാൻ വേണ്ടി പോയില്ല. നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്കത് വലുതായിട്ട് തോന്നില്ലേ? എനിക്കങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ ഇന്ന് ചില പെരുമാറ്റങ്ങളോ ഇല്ലെങ്കിൽ അവരുടെ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും എനിക്ക് വല്ലാണ്ട് ഫീൽ ചെയ്യിപ്പിക്കും. പിന്നെ ഞാനിരുന്ന് കരച്ചിലായിരുന്നു അവർ പോയതിന് ശേഷം. സംഗിയാണെങ്കിൽ ഇടയ്ക്ക് വെച്ച് കരയില്ലേടി എന്ന് പറഞ്ഞ് വിളിച്ച് എന്നെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ.